US പോളോ, റാംഗ്ലർ, സൂപ്പർഡൈ ഇങ്ങനെ നിരവധി വലിയ ബ്രാൻഡുകളുടെ സർപ്ലസ് ഷർട്ടുകൾ, ജീൻസ് പാൻസ് ഒക്കെ നിങ്ങൾ വില കുറഞ്ഞു വാങ്ങിയിട്ടുണ്ടാവും. ശരിക്കും എന്താണ് സർപ്ലസ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സർപ്ലസും ഒറിജിനൽ ആണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. പ്രധാനമായിട്ട് 3 രീതിയിലാണ് സർപ്ലസ് ഡ്രസ്സുകൾ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റുകളാണ്. ഒരു വലിയ ബ്രാൻഡ് ബൾക്കായിട്ട് മാനുഫാക്ചേഴ്സിന് ഓർഡർ കൊടുത്ത ഡ്രസ്സുകളിൽ അതിന്റെ ക്വാളിറ്റി ചെക്കിൽ എന്തെങ്കിലും ചെറിയ മൈനർ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ പോലും ഇതിനെ അവർ റിജക്ട് ചെയ്യുന്നു. ഒരു ചെറിയ മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കളറിന്റെ ഫേഡിങ് വന്നാൽ പോലും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവർ റിജക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് എക്സസ് ഗാർമെന്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ബ്രാൻഡ് ഒരു 1000 ഷർട്ടിന്റെ ഓർഡർ കൊടുത്തു വിചാരിക്കും. ഈ ഓർഡർ കിട്ടിയ മാനുഫാക്ചറർ ഒരു 2% റിസ്ക് ഫാക്ടറും കൂടിയിട്ട് 1000 കൂടുതലായിട്ടുള്ള ഷർട്ടുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 20 മുതൽ 30 വരെ ഷർട്ടുകൾ അവർ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ എക്സസ് വരുന്നതും സർപ്ലസ് ആയിട്ടാണ് വിൽക്കാറുള്ളത്. ഇനി മൂന്നാമതായിട്ട് പലപ്പോഴും പല കമ്പനികളും അവരുടെ ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യും. ഇതിന് കാരണം ചിലപ്പോൾ മാനുഫാക്ചറിംഗ് സമയത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഷർട്ടുകളും എക്സസ് ആയിട്ട് വരാം. ഇന്ന് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സർപ്ലസിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പലപ്പോഴും സർപ്ലസുകളുടെ കോപ്പി ഇറങ്ങാറുണ്ട്. അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങളൊരു സർപ്ലസ് ബ്രാൻഡ് വാങ്ങുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്?